അക്കാഡമി PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് സൗരയുദ്ധത്തെക്കുറിച്ചാണ്. ചൊവ്വ അഥവാ മാർസ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ. ചുവന്ന ച അപ്പോൾ ചൊവ്വ. അപ്പോൾ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് എന്താണ്? ചൊവ്വയാണ്. ഭൂമിയുടേതുപോലെയുള്ള ഋതുഭേദങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ. ഭൂമിയുടെ അതുപോലെയുള്ള ഋതുഭേദങ്ങൾ അറിയപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ. ഓക്കെയാണോ? ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ. അതുപോലെ തന്നെ ഭൂമിയുടെ അതുപോലെയുള്ള ഋതുഭേദങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ. ഓക്കെയാണോ? എന്താണ്? ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ. അതുപോലെ തന്നെ ഭൂമിയുടേതുപോലെയുള്ള ഋതുഭേദങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ. തുരുമ്പിച്ച ഗ്രഹം, ഫോസിൽ ഗ്രഹം, ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ. അപ്പോൾ ചൊവ്വ ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? തുരുമ്പിച്ച ഗ്രഹം, ചുവന്ന ഗ്രഹം, ഫോസിൽ ഗ്രഹം. ഏതൊക്കെയാണ്? ചുവന്ന ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം, ഫോസിൽ ഗ്രഹം. അപ്പോൾ തുരുമ്പിക്കുമ്പോൾ ചുവക്കില്ലേ? അപ്പോൾ തുരുമ്പിച്ച ഗ്രഹം, ചുവന്ന ഗ്രഹം, ഫോസിൽ ഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ. സൂര്യനിൽ നിന്നുള്ള അകലം 1.5 അസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. അപ്പോൾ ചൊവ്വ സൂര്യനിൽ നിന്നുള്ള അകലം, സൂര്യനിൽ നിന്ന് ചൊവ്വയിലേക്കുള്ള അകലം എത്രയാണ്? 1.5 അസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. എത്രയാണ്? 1.5 അസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. ഓക്കെയാണോ? അപ്പോൾ നമ്മൾ പഠിച്ചു വന്നത് എന്തൊക്കെയാണ്? ചുവന്ന ഗ്രഹമെന്നും തുരുമ്പിച്ച ഗ്രഹമെന്നും ഫോസിൽ ഗ്രഹമെന്നും അറിയപ്പെടുന്നതാണ് ഏത്? ചൊവ്വ. അതുപോലെ തന്നെ ഭൂമിയുടേതുപോലുള്ള ഋതുക്കളുള്ള ഗ്രഹമാണ് ചൊവ്വ. എന്താണ്? ഭൂമിയുടേതുപോലുള്ള ഋതുക്കളുള്ള ഗ്രഹമാണ് ചൊവ്വ. സൂര്യനിൽ നിന്നുള്ള ചൊവ്വയുടെ അകലം 1.5 അസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. എത്രയാണ്? 1.5 അസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയിലാണ്. എന്താണ്? സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചൊവ്വയിലാണ്. എന്താണ്? സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ അല്ലെങ്കിൽ സൗരയുദ്ധത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ഏത്? ചൊവ്വ. അപ്പോൾ എന്താണ് പറഞ്ഞു വന്നത്? സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചൊവ്വയിലാണ്. അതുപോലെ സൗരയുദ്ധത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ഏത്? ചൊവ്വ. അപ്പോൾ ഒളിമ്പസ് മോൺസ് എന്ന് പറയുന്നത് എന്താണ്? സൗരയുദ്ധത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എന്ത്? ഒളിമ്പസ് മോൺസ്. സൗരയുദ്ധത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഒളിമ്പസ് മോൺസ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം കൂടിയാണ് എന്ത്? ഈ ഒളിമ്പസ് മോൺസ്. അപ്പോൾ ഈ ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചൊവ്വയിലാണ്. എവിടെയാണ്? ചൊവ്വയിലാണ്. ചൊവ്വയെ ഗ്രീക്കുകാർ എന്തിൻ്റെ ദേവനായിട്ടാണ് ആരാധിക്കുന്നത്? യുദ്ധദേവനായിട്ട്. ചൊവ്വയെ ഗ്രീക്കുകാർ എന്തിൻ്റെ ദേവനായിട്ടാണ് ആരാധിക്കുന്നത്? എന്തിൻ്റെ ദേവനായിട്ടാണ്? യുദ്ധദേവനായിട്ടാണ്. ഓക്കെയാണോ? എന്താണ്? ചൊവ്വയെ ഗ്രീക്കുകാർ എന്തിൻ്റെ ദേവനായിട്ടാണ് ആരാധിക്കുന്നത്? യുദ്ധദേവനായിട്ട്. എന്താണ്? യുദ്ധദേവനായിട്ട്. അതുപോലെ തന്നെ ചൊവ്വയുടെ പരിക്രമണകാലം 687 ദിവസമാണ്. എന്താണ്? ചൊവ്വയുടെ പരിക്രമണകാലം എത്രയാണ്? 687 ദിവസമാണ്. ഓക്കെയാണോ? എന്താണ്? ചൊവ്വയുടെ പരിക്രമണകാലം 687 ദിവസമാണ്. ഓക്കെയാണോ? എന്താണ്? ചൊവ്വയുടെ പരിക്രമണകാലം 687 ദിവസമാണ്. അതുപോലെ തന്നെ ചൊവ്വയുടെ ഭ്രമണകാലം 24 മണിക്കൂർ 37 മിനിറ്റാണ്. ചൊവ്വയുടെ ഭ്രമണകാലം എത്രയാണ്? 24 മണിക്കൂർ 37 മിനിറ്റാണ്. ഓക്കെയാണോ? എന്താണ്? ചൊവ്വയുടെ പരിക്രമണകാലം 687 ദിവസങ്ങളും ചൊവ്വയുടെ പരിക്രമണകാലം 24 മണിക്കൂർ 37 മിനിറ്റുമാണ്. ഓക്കെയാണോ? എന്താണ്? ചൊവ്വയുടെ പരിക്രമണകാലം 687 ദിവസവും
ചൊവ്വയുടെ ഭ്രമണകാലം 24 മണിക്കൂർ 37 മിനിറ്റുമാണ്. ചൊവ്വയിലെ ജീവൻ്റെ അംശം തേടി അമേരിക്ക അയച്ച പേടകമാണ് ക്യൂരിയോസിറ്റി. അപ്പോൾ ചൊവ്വയിലെ ജീവൻ്റെ അംശം തേടി അമേരിക്ക അയച്ച പേടകത്തിൻ്റെ പേരെന്താണ്? ക്യൂരിയോസിറ്റി. എന്താണ്? ക്യൂരിയോസിറ്റി. ഓക്കെയാണോ? എന്താണ്? ചൊവ്വയിലെ ജീവൻ്റെ അംശം തേടി അമേരിക്ക അയച്ച പേടകമാണ് ക്യൂരിയോസിറ്റി. എന്താണ്? ക്യൂരിയോസിറ്റി. ഓക്കെയാണോ? അപ്പോൾ ചൊവ്വയിലെ ജീവൻ്റെ അംശം തേടി അമേരിക്ക അയച്ച പേടകമാണ് ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി ചൊവ്വയിൽ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള 7 അതായത് നിർണായക നിമിഷങ്ങൾക്ക് നാസ നൽകിയിരിക്കുന്ന പേരാണ് ഏത്? 7 സംഭ്രമ നിമിഷങ്ങൾ. എന്താണ്? ക്യൂരിയോസിറ്റി ചൊവ്വയിൽ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള 7 അത് നിർണായക നിമിഷങ്ങൾക്ക് നാസ നൽകിയിരിക്കുന്ന പേരാണ് 7 സംഭ്രമ നിമിഷങ്ങൾ. ഓക്കെയാണോ? എന്താണ്? ചൊവ്വ ഈ ക്യൂരിയോസിറ്റി ചൊവ്വയിൽ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള 7 നിമിഷങ്ങളുണ്ട്, 7 മിനിറ്റ്. അപ്പോൾ ആ സമയത്തെ 7 മിനിറ്റ് ആ സമയത്തെ നിർണായക നിമിഷങ്ങൾക്ക് നാസ നൽകിയിരിക്കുന്ന പേരാണെന്ത്? 7 സംഭ്രമ നിമിഷങ്ങൾ. പേടകം ചൊവ്വയിൽ ഇറക്കാൻ വേണ്ടി നാസ വിഭാവനം ചെയ്ത പുതിയ ലാൻഡിംഗ് സംവിധാനമാണ് ആകാശ് ക്രെയിൻ. അപ്പോൾ എന്താണ് ഈ ആകാശ് ക്രെയിൻ? പേടകം ചൊവ്വയിൽ ഇറക്കാൻ വേണ്ടി നാസ വിഭാവനം ചെയ്ത പുതിയ ലാൻഡിംഗ് സംവിധാനമാണ് ആകാശ് ക്രെയിൻ. എന്താണ് ആകാശ് ക്രെയിൻ? പേടകം ചൊവ്വയിൽ ഇറക്കാൻ വേണ്ടി നാസ വിഭാവനം ചെയ്ത പുതിയ ലാൻഡിംഗ് സംവിധാനമാണ് ആകാശ് ക്രെയിൻ. ഓക്കെയാണോ? അപ്പോൾ ആകാശ് ക്രെയിൻ എന്താണ്? പേടകം ചൊവ്വയിൽ ഇറക്കാൻ വേണ്ടി നാസ വിഭാവനം ചെയ്ത പുതിയ ലാൻഡിംഗ് സംവിധാനമാണ് ആകാശ് ക്രെയിൻ. ക്യൂരിയോസിറ്റി ഇറങ്ങിയ ചൊവ്വയിലെ ഗർത്തം അറിയപ്പെടുന്നത് ഗേൽ ക്രേറ്റർ എന്നാണ്. ക്യൂരിയോസിറ്റി ഇറങ്ങിയ ചൊവ്വയിലെ ഗർത്തം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഗേൽ ക്രേറ്റർ എന്നാണ്. ഓക്കെയാണോ? അപ്പോൾ ചൊവ്വയിലെ ജീവൻ്റെ അംശം തേടി അമേരിക്ക അയച്ച പേടകമാണ് ക്യൂരിയോസിറ്റി. ഈ ക്യൂരിയോസിറ്റിയിൽ ചൊവ്വയിൽ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള 7 മിനിറ്റിനെ വിളിക്കുന്ന പേരാണ് 7 സംഭ്രമ നിമിഷങ്ങൾ. ഇത്രയും ഒക്കെയാണല്ലോ. ഈ ക്യൂരിയോസിറ്റി ഇറങ്ങിയ ചൊവ്വയിലെ ഗർത്തം അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഗേൽ ക്രേറ്റർ. എന്താണ്? ഗേൽ ക്രേറ്റർ. ഓക്കെ. 2 ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ചൊവ്വ. എന്താണ്? 2 ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ചൊവ്വ. ഓക്കെയാണോ? അപ്പോൾ ഇപ്പോൾ ചൊവ്വയ്ക്ക് എത്ര ഉപഗ്രഹങ്ങളാണ് ഉള്ളത്? 2 ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. അവ ഏതൊക്കെയാണ്? ഫോബോസും ഡീമോസും. എന്തൊക്കെയാണ്? ഫോബോസും ഡീമോസും എന്നീ 2 ഉപഗ്രഹങ്ങളാണ് ചൊവ്വയ്ക്കുള്ളത്. അപ്പോൾ ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഫോബോസ്, ഡീമോസ്. ഏതൊക്കെയാണ്? ഫോബോസും ഡീമോസും. ഓക്കെയാണല്ലോ. ചൊവ്വയുടെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത് അസഫഹാളാണ്. എന്താണ്? ചൊവ്വയുടെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത് ആരാണ്? അസഫഹാളാണ്. ആരാണ് ചൊവ്വയുടെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത്? അസഫഹാളാണ്. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഫോബോസ് ആണ്. എന്താണ്? കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫോബോസ് ആണ്. ചൊവ്വയുടെ ഉപഗ്രഹമായ ഫോബോസ് ആണ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത്. ഓക്കെയാണോ? അപ്പോൾ കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫോബോസ് ആണ്. ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഫോബോസ്. ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഫോബോസ്. ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഫോബോസ്. അതുപോലെ തന്നെ കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നതാണ് ഫോബോസ്. ഗ്രഹത്തിന് ഏറ്റവും അടുത്തുകൂടി പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹമാണ് ഫോബോസ്. ചൊവ്വയുടെ ഏറ്റവും അടുത്തുകൂടി പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹമാണ് ഫോബോസ്. ഓക്കെയാണോ? ഫോബോസിൻ്റെ 3 കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ്? ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഫോബോസ്. അതുപോലെ തന്നെ കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹമാണ് ഫോബോസ്. പിന്നെന്ത് പഠിച്ചു? ചൊവ്വ ഗ്രഹത്തിൻ്റെ ഏറ്റവും അടുത്തുകൂടി പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹമാണ് ഫോബോസ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹമാണ് ഡീമോസ്. കണ്ടോ? ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഫോബോസ്. എന്നാൽ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹമാണ് ഡീമോസ്. എന്താണ്? സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹമാണ് ഡീമോസ്. ചൊവ്വ ഗ്രഹത്തിലെ ചിത്രം അയച്ചു തന്ന പേടകമാണ് മറീനർ 4. എന്താണ്? ചൊവ്വയുടെ ചിത്രങ്ങളെടുത്ത ആദ്യ ബഹിരാകാശ വാഹനം ഏതാണ്? മറീനർ
4 ഏതാണ് മാരീനർ 4 അഥവാ മറീനർ 4 എന്ത് ചൊവ്വ ഗ്രഹത്തിലെ ചിത്രങ്ങൾ അയച്ചു തന്ന ആദ്യത്തെ ബഹിരാകാശ പേടകം. 2014 ഒക്ടോബർ 19 ചൊവ്വാഗ്രഹത്തിൻ്റെ സമീപത്തോടെ കടന്നുപോയ വാൽ നക്ഷത്രമാണ് സൈഡിംഗ് സ്പ്രിംഗ്. അപ്പോൾ എന്താണ് ഈ സൈഡിംഗ് സ്പ്രിംഗ്? 2014 ഒക്ടോബർ 19 ചൊവ്വാഗ്രഹത്തിൻ്റെ സമീപത്തൂടി കടന്നുപോയ വാൽ നക്ഷത്രമാണ് എന്ത് സൈഡിംഗ് സ്പ്രിംഗ്. എന്താണ് 2014 ഒക്ടോബർ 19 ചൊവ്വാഗ്രഹത്തിൻ്റെ സമീപത്തൂടി കടന്നുപോയ വാൽ നക്ഷത്രമാണ് ഇത് സൈഡിംഗ് സ്പ്രിംഗ്. ഏതാണ് സൈഡിംഗ് സ്പ്രിംഗ്. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. എന്താണ് ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് അമേരിക്കയുടെ വൈക്കിംഗ് ഫസ്റ്റ്. ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ പേടകം ഏതാണ്? അമേരിക്കയുടെ വൈക്കിംഗ് ഫസ്റ്റ് ആണ്. ഓക്കെയാണോ? അപ്പോൾ അമേരിക്കയുടെ വൈക്കിംഗ് ഫസ്റ്റ് എന്താണ്? ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് എന്ത് വൈക്കിംഗ് ഫസ്റ്റ്. എന്താണ് ക്രൈസ് പ്ലാനിറ്റിയ? ഈ ക്രൈസ് പ്ലാനിറ്റിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമായ വൈക്കിംഗ്, ഈ വൈക്കിംഗ് പേടകം ഇറങ്ങിയ ചൊവ്വയിലെ സ്ഥലമാണ് ക്രൈസ് പ്ലാനിറ്റിയ. അപ്പോൾ വൈക്കിംഗ് പേടകം ഇറങ്ങിയ ചൊവ്വയിലെ സ്ഥലം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ക്രൈസ് പ്ലാനിറ്റിയ എന്ന പേരിലാണ്. എന്താണ് ക്രൈസ് പ്ലാനിറ്റിയ എന്ന പേരിലാണ്. ഓക്കെയാണോ? എന്താണ് വൈക്കിംഗ് ബഹിരാകാശ പേടകം ഇറങ്ങിയ ചൊവ്വയിലെ സ്ഥലം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ക്രൈസ് പ്ലാനിറ്റിയ എന്ന പേരിലാണ്. ഓക്കെയാണോ? ചൊവ്വയിലേക്ക് 2003 അമേരിക്ക വിക്ഷേപിച്ച സഞ്ചരിക്കുന്ന യന്ത്രമനുഷ്യനാണ് സ്പിരിറ്റ്. എന്താണ് ചൊവ്വയിലേക്ക് 2003 അമേരിക്ക വിക്ഷേപിച്ച സഞ്ചരിക്കുന്ന യന്ത്രമനുഷ്യനാണ് ഏത്? സ്പിരിറ്റ്. എന്താണ് പേര്? സ്പിരിറ്റ്. അപ്പോൾ എന്താണ് സ്പിരിറ്റ്? ചൊവ്വയിലേക്ക് 2003 അമേരിക്ക വിക്ഷേപിച്ച സഞ്ചരിക്കുന്ന യന്ത്ര മനുഷ്യനാണ് എന്ത്? സ്പിരിറ്റ്. എന്താണ് സ്പിരിറ്റ്. ഈ സ്പിരിറ്റ് ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ഗുസേവ് ക്രേറ്റർ എന്നാണ്. എന്താണ് സ്പിരിറ്റ് ഇറങ്ങിയ ഈ യന്ത്രമനുഷ്യനായ സ്പിരിറ്റ് ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഗുസേവ് ക്രേറ്റർ എന്ന പേരിലാണ്. എന്താണ് ഗുസേവ് ക്രേറ്റർ എന്ന പേരിലാണ്. എന്ത് പേരിലാണ്? ഗുസേവ് ക്രേറ്റർ എന്ന പേരിലാണ്. സ്പിരിറ്റിന് പിന്നാലെ ചൊവ്വയിലിറങ്ങിയ അമേരിക്കൻ പേടകമാണ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ സ്പിരിറ്റിന് പിന്നാലെ ചൊവ്വയിലിറങ്ങിയ അമേരിക്കൻ പേടകത്തിൻ്റെ പേരെന്താണ്? ഓപ്പർച്യൂണിറ്റി എന്നാണ്. എന്താണ് ഓപ്പർച്യൂണിറ്റി എന്നാണ്. ഓക്കെയാണോ? സ്പിരിറ്റിന് പിന്നാലെ ചൊവ്വയിലേക്ക് ഇറങ്ങിയ അമേരിക്കൻ പേടകത്തിൻ്റെ പേരാണ് ഓപ്പർച്യൂണിറ്റി. 2014 ചൊവ്വയിൽ 10 വർഷം പൂർത്തിയാക്കിയ നാസയുടെ റോബോട്ട് പര്യവേക്ഷണ വാഹനമാണ് ഓപ്പർച്യൂണിറ്റി. എന്താണ് 2014 ചൊവ്വയിൽ 10 വർഷം പൂർത്തിയാക്കിയ നാസയുടെ റോബോട്ട് പര്യവേഷണ വാഹനമാണ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ ആണോ? ഓപ്പർച്യൂണിറ്റി ഇറങ്ങിയ ചൊവ്വയിലെ സ്ഥലമാണ് മെറിഡിയൻ പ്ലാൻ. എന്താണ് ഓപ്പർച്യൂണിറ്റി ഇറങ്ങിയ ചൊവ്വയിലെ സ്ഥലം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? മെറിഡിയൻ പ്ലാൻ എന്നാണ്. എന്താണ് മെറിഡിയൻ പ്ലാൻ എന്ന പേരിലാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഇറങ്ങിയ ഈ റോബോട്ട് പര്യവേഷണ വാഹനമായ ഓപ്പർച്യൂണിറ്റി ഇറങ്ങിയ ചൊവ്വയുടെ സ്ഥലം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? മെറിഡിയൻ പ്ലാനം എന്ന പേരിലാണ്. ഭൂമി അല്ലാതെ മറ്റൊരു ഗ്രഹത്തെ പ്രദക്ഷിണം ചെയ്ത ആദ്യ പേടകമാണ് മറീനർ 9. എന്താണ് ഭൂമി അല്ലാതെ മറ്റൊരു ഗ്രഹത്തെ പ്രദക്ഷിണം ചെയ്ത ആദ്യ പേടകത്തിൻ്റെ പേരെന്താണ്? മറീനർ 9 എന്നാണ്. എന്താണ് മറീനർ 9 എന്നാണ്. ഭൂമി അല്ലാതെ മറ്റൊരു ഗ്രഹത്തെ പ്രദക്ഷിണം ചെയ്ത ആദ്യ പേടകത്തിൻ്റെ പേരെന്താണ്? മറീനർ 9 എന്നാണ്. ഏറ്റവും ആഴമേറിയ താഴ്വരയുള്ള ഗ്രഹമാണ് ചൊവ്വ. ഏറ്റവും ആഴമേറിയ താഴ്വരയുള്ള ഗ്രഹമാണ് ചൊവ്വ. ഏറ്റവും ആഴമേറിയ താഴ്വരയുള്ള ഗ്രഹമാണ് ചൊവ്വ. അറേബ്യൻ ടെറ എന്ന ഗർത്തം കാണപ്പെടുന്നത് ചൊവ്വയിലാണ്. അമേരിക്കൻ ടെറ എന്ന ഗർത്തം കാണപ്പെടുന്നത് എവിടെയാണ്? ചൊവ്വയിലാണ്. ഓക്കെയാണ്. എന്താണ് അറേബ്യൻ ടെറ എന്ന ഗർത്തം കാണപ്പെടുന്നത് ചൊവ്വയിലാണ്. ചൊവ്വ ഗ്രഹത്തിൻ്റെ പഠനം നടത്തിയ ബഹിരാകാശ ദൗത്യമാണ് പാത്ത് ഫൈൻഡർ. ചൊവ്വ ഗ്രഹത്തിൻ്റെ പഠനം നടത്തിയ ബഹിരാകാശ ദൗത്യം ഏതാണ്? പാത്ത് ഫൈൻഡർ എന്നാണ്. എന്താണ് പാത്ത് ഫൈൻഡർ.
അപ്പോൾ ചൊവ്വ ഗ്രഹത്തിൻ്റെ പഠനം നടത്തിയ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരെന്താണ്? പാത്ത് ഫൈൻഡർ എന്നാണ്. എന്താണ്? പാത്ത് ഫൈൻഡർ എന്നാണ്.